നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ നിരവധി സ്ത്രീകളെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. നിലവിലെ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണോ? നിലവിൽ അപേക്ഷ നൽകിയവർക്ക് എന്ത് സംഭവിക്കും? ഇതിനകം ആനുകൂല്യം ലഭിച്ചവർക്ക് ഇനി പണം ലഭിക്കുമോ? അതിലും പ്രധാനമായി പുതിയ സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന പുതിയ പദ്ധതി എന്തായിരിക്കും? എല്ലാം നമ്മൾക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥിര വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക് ചെറിയൊരു സാമ്പത്തിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും അതേ പ്രായപരിധിയിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതി നടപ്പാക്കിയ സമയത്ത് നിരവധി പേർ അപേക്ഷ നൽകുകയും ചിലർക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ മാറിയതോടെ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയർന്നു. ഇപ്പോൾ സർക്കാർ പറയുന്നത് നിലവിലെ UDF സർക്കാർ ഈ പദ്ധതിയെ അതേ രൂപത്തിൽ തുടരില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. സർക്കാരിന്റെ വിശദീകരണ പ്രകാരം ഈ പദ്ധതി മുൻ സർക്കാർ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നിലവിലുള്ള രൂപത്തിൽ ഇത് തുടരുന്നതിനു പകരം കൂടുതൽ സമഗ്രവും ദീർഘകാല പ്രയോജനമുള്ള പുതിയ പദ്ധതി കൊണ്ടുവരാനാണ് UDF സർക്കാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണ ഔദ്യോഗികമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നിലവിൽ പദ്ധതി അവസാനിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പദ്ധതി അവസാനിപ്പിക്കുന്നതെന്നുള്ള ചോദ്യം പറഞ്ഞു തരാം. സർക്കാരിന്റെ വിശദീകരണത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമതായി, നിലവിലുള്ള പദ്ധതി വളരെ പരിമിതമായ വിഭാഗത്തെ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. രണ്ടാമതായി, പ്രതിമാസം 1000 രൂപ മാത്രം നൽകുന്ന രീതിക്ക് പകരം കൂടുതൽ ഫലപ്രദമായ സഹായങ്ങൾ ഉൾപ്പെടുത്തി പദ്ധതി രൂപീകരിക്കണമെന്നാണ് ഇപ്പോഴത്തെ UDF സർക്കാർ പറയുന്നത്. മൂന്നാമതായി, സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക. കൂടുതൽ വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലേക്ക് മാറാനാണ് സർക്കാരിന്റെ പുതിയ ഈ ലക്ഷ്യം. അതായത് പേര് പോലും മാറ്റാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ് പുതിയ പദ്ധതി എപ്പോൾ വരുമെന്നുള്ള ചോദ്യം. ലഭ്യമായ ഔദ്യോഗിക പ്രസ്താവനകൾ പ്രകാരം 6 മാസത്തിനുള്ളിൽ പുതിയ പദ്ധതി പ്രഖ്യാപിക്കാൻ ശ്രമിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പുതിയ പദ്ധതിയുടെ പേര്, ആനുകൂല്യ തുക, യോഗ്യത, മാനദണ്ഡങ്ങൾ, അപേക്ഷാ നടപടികൾ എന്നിവ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും സർക്കാർ പറഞ്ഞിരിക്കുന്ന കൂടുതൽ സമഗ്രമായ പദ്ധതി എന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ ചില സാധ്യതകളെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, കൂടുതൽ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുക, സാമ്പത്തിക സഹായത്തിനൊപ്പം തൊഴിൽ പരിശീലന അവസരങ്ങൾ നൽകുക, അതുപോലെ തന്നെ സ്വയം തൊഴിൽ ആരംഭിക്കാൻ പിന്തുണ നൽകുക, ആരോഗ്യ സംരക്ഷണവും സാമൂഹ്യ സുരക്ഷയും ഒരുമിച്ച് ഉൾപ്പെടുത്തുക, സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ ഉൾക്കൊള്ളുക, ഇവയെല്ലാം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായവർ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. അതായത് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക ഉത്തരവുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ, ആധാർ വിവരങ്ങൾ എന്നിവ പുതുക്കിയ നിലയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഭാവിയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അപേക്ഷിക്കേണ്ടി വരാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമായ രേഖകൾ കൈവശം സൂക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷ നൽകിയെങ്കിലും പണം ലഭിക്കാത്തവർ, അതായത് പദ്ധതിക്ക് അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ആനുകൂല്യം ലഭിക്കാത്ത നിരവധി പേരുണ്ട്. ഇവർക്ക് പുതിയ പദ്ധതിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയ ശേഷമേ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം അറിയാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീ സുരക്ഷാ പെൻഷൻ മാത്രമല്ല, സംസ്ഥാനത്തും കേന്ദ്രത്തും സ്ത്രീകൾക്കായി വിവിധ ക്ഷേമ പദ്ധതികൾ നിലവിലുണ്ട്. വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ, സ്വയം തൊഴിൽ പദ്ധതികൾ, കുടുംബശ്രീ മുഖേന ലഭിക്കുന്ന സഹായങ്ങൾ തുടങ്ങിയവയും ഗുണഭോക്താക്കൾക്ക് ലഭ്യമാണ്. ഭാവിയിൽ പുതിയ പദ്ധതി ഇവയുമായി ബന്ധിപ്പിക്കുമോ എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ടതാണ്. ജനങ്ങൾ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർത്തുന്നത്. ചിലർ നിലവിലുള്ള പദ്ധതി തുടരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. മറ്റു ചിലർ കൂടുതൽ വലിയ ആനുകൂല്യങ്ങളുള്ള പദ്ധതി വന്നാൽ അതാണ് കൂടുതൽ പ്രയോജനകരമാണെന്ന് പറയുന്നുണ്ട്. സർക്കാർ ഏതു മാതൃകയാണ് അവസാനമായി സ്വീകരിക്കുന്നത് എന്നത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾക്ക് വ്യക്തമായി
അറിയാൻ സാധിക്കും. അടുത്ത ഏതാനും മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ പദ്ധതിയുടെ കരട്, യോഗ്യത, അപേക്ഷാ രീതി, ധനസഹായത്തിന്റെ അളവ് എന്നിവ സർക്കാർ പ്രഖ്യാപിക്കുന്നതുമായി എല്ലാവരും നമ്മൾ കാത്തിരിക്കുകയാണ്. ഔദ്യോഗിക അറിയിപ്പ് വന്ന ഉടൻ തന്നെ അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഒരു പ്രത്യേക വീഡിയോയിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്ത് വെക്കാനും, ഹൈപ്പ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ അവസ്ഥയിൽ വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതാണ്. മുൻ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ നിലവിലെ UDF സർക്കാർ അതേ രൂപത്തിൽ തുടരില്ലെന്ന് വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം അതിനേക്കാൾ മെച്ചപ്പെട്ടതും കൂടുതൽ സമഗ്രവുമായ പുതിയ പദ്ധതി കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമായി പറഞ്ഞു. എന്നാൽ പുതിയ പദ്ധതിയുടെ തുക, യോഗ്യത, അപേക്ഷകൾ, അതുപോലെ ആരംഭ തീയതി തുടങ്ങിയ കാര്യങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കരുത്. സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക ഉത്തരവുകൾ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.